നമസ്കാരം. നിർബന്ധിത മതപരിവർത്തനം ബി.ജെ.പി. ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് ബി.ജെ.പി. അതായത് മതപരിവർത്തന ബില്ല് പാസാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. സർക്കാർ. കടുത്ത ശിക്ഷകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് ഈ പുതിയ മതപരിവർത്തന ബിൽ പാസാക്കിയിരിക്കുന്നത്. ജീവപര്യന്തം തടവും 1 കോടി രൂപ പിഴയുമടക്കം കഠിന ശിക്ഷകളാണ് നിയമത്തിലുള്ളത്. അതേസമയം പൂർവിക മതത്തിലേക്ക് മടങ്ങുന്നവരെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുമെന്നും നിയമത്തിലുണ്ട്. രാജസ്ഥാൻ മതപരിവർത്തന നിരോധന ബില്ല് ജീവപര്യന്തം തടവ്, 1 കോടി രൂപ വരെ പിഴ, കൂട്ടം മതപരിവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടൽ എന്നിവയ്ക്കുമുള്ള കടുത്ത ശിക്ഷകളാണുള്ളത്. കോടതി നൽകുന്ന നഷ്ടപരിഹാരത്തിന് പുറമെ കുറ്റവാളികൾക്ക് ചുമത്തുന്ന പിഴ ഇരകൾക്ക് നൽകുകയും ചെയ്യും. പുതിയ നിയമനിർമ്മാണം സാമുദായിക ഐക്യം തകർക്കുമെന്നാണ്, സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കുമെന്നും ആരോപിച്ച് പ്രതിപക്ഷ കോൺഗ്രസ് എംഎൽഎമാർ ബില്ലിനുമേലുള്ള ചർച്ച ബഹിഷ്കരിക്കുകയും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. ഈ വർഷം ഫെബ്രുവരിയിൽ നിയമസഭയിൽ അവതരിപ്പിച്ച സമാനമായ ഒരു ബിൽ പിൻവലിക്കുകയും പകരം പുതിയ ബിൽ കൊണ്ടുവരികയും ചെയ്തു. 2006 അന്നത്തെ മുഖ്യമന്ത്രി വസുന്ധര രാജെ രാജസ്ഥാനിൽ മതപരിവർത്തന വിരുദ്ധ നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ന്യൂനപക്ഷ സംഘടനകൾ എന്നിവയുടെ എതിർപ്പിനെ തുടർന്നാണ് അന്നത്തെ രാഷ്ട്രപതി പ്രതിഭ പട്ടേൽ ബില്ല് തിരിച്ചയച്ചു. ബില്ലിന്റെ ഭേദഗതി ചെയ്ത പതിപ്പും 2008 കേന്ദ്രത്തിൽ കുടുങ്ങിക്കിടന്നു. നിർബന്ധിത മതപരിവർത്തനങ്ങൾ തടയുന്നതിനായി 2017 രാജസ്ഥാൻ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. മതപരിവർത്തനം മുതിർന്നവർക്ക് മാത്രമേ സാധ്യമാകൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റിന് മുൻകൂട്ടി അറിയിക്കുകയും ഉദ്ദേശം പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുകയും വേണമെന്നും കോടതി നിർബന്ധിതമാക്കിയിരുന്നു. വഞ്ചനയിലൂടെ കൂട്ട മതപരിവർത്തനം നടത്തുന്നവർക്ക് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും, വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ മതപരിവർത്തനം നടത്തുന്നവർക്ക് 7 മുതൽ 14 വർഷം വരെ തടവും ശിക്ഷയും നിയമസഭ പാസാക്കിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്തവർ, സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗക്കാർ, ഭിന്നശേഷിക്കാർ എന്നിവരെ വഞ്ചനയിലൂടെ മതം മാറ്റിയാൽ 10 മുതൽ 20 വർഷം വരെ തടവും കുറഞ്ഞത് 10 ലക്ഷം രൂപ പിഴയും ലഭിക്കും. വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ കൂട്ട മതപരിവർത്തനം നടത്തിയാൽ 20 വർഷം മുതൽ ജീവപര്യന്തം വരെയും 25 ലക്ഷം രൂപയിൽ കുറയാതെ പിഴയും ലഭിക്കും. നിർബന്ധിത മതപരിവർത്തനത്തിനായി ഉപയോഗിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടാമെന്നും നിയമവിരുദ്ധമായി മതപരിവർത്തനായി നടത്തുന്ന വിവാഹങ്ങൾ കുടുംബ കോടതികളോ യോഗ്യതയുള്ള കോടതികളോ റദ്ദാക്കാമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതേസമയം ബില്ല് പാസാക്കുന്നത് സമൂഹത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്തുന്നതിന് വഴിയൊരുക്കുമെന്ന് ആഭ്യന്തര സഹമന്ത്രി ജവഹർ സിംഗ് ബോധം നിയമസഭയിൽ വ്യക്തമാക്കി. നമ്മുടെ സനാതന ധർമ്മം എല്ലായ്പ്പോഴും ലിബറലാണ്. അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രതിഫലിക്കുന്നുവെന്നും എന്നാൽ അത് വഞ്ചന, ഭയം, വഞ്ചന എന്നിവയിലൂടെ മതപരിവർത്തനത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ സെഷൻസ് കോടതി തിരിച്ചറിയുന്നതും ജാമ്യമില്ലാത്തതും വിചാരണ ചെയ്യുന്നതുമാക്കാനുള്ള ബില്ല്, മതപരിവർത്തനത്തിനായി മാത്രം നടത്തുന്ന വിവാഹങ്ങൾ കോടതി അസാധുവാക്കി പ്രഖ്യാപിക്കുമെന്നും അത്തരം വിവാഹങ്ങൾക്ക് മുമ്പോ ശേഷമോ നടത്തുന്ന മതപരിവർത്തനങ്ങൾ നിയമവിരുദ്ധമായി കണക്കാക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ബില്ല് പാസ്സായതോടെ നിർബന്ധിത മതപരിവർത്തനം തടയുക എന്ന ലക്ഷ്യത്തോടെ നിയമനിർമ്മാണം നടത്തുന്ന 6ാമത്തെ സംസ്ഥാനമായി മാറി രാജസ്ഥാൻ. ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സമാനമായ നിയമങ്ങൾ നിലവിലുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച